സംസ്ഥാന സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം വിവാദമാക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി ഒ.ആർ. കേളു. ചവറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയിൽ ഉൾപ്പെടെ പരിശീലനം അനിവാര്യമാണ്. അടൂരിന്റെ പരാമർശത്തിൽ പരാതിയുണ്ട്, അത് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിനാണ് മന്ത്രിയുടെ മറുപടി. സിനിമയിൽ ഉൾപ്പെടെ പരിശീലനം അനിവാര്യമാണ്. അടൂരിന്റെ പരാമർശത്തിൽ പരാതിയുണ്ടെന്നും അത് പരിശോധിക്കുമെന്നും മന്ത്രി ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ മേഖലയിലും പരിശീലനം ആവശ്യം തന്നെയാണ്. പരിശീലനം എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പരാതി വന്നിട്ടുണ്ട്, പരാതി നമ്മൾ പരിശോധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ വകുപ്പ് മന്ത്രി എന്നുണ്ടെങ്കിൽ പറയുന്നത് പരിശീലനം എന്ന് പറഞ്ഞത് അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എല്ലാ കാര്യത്തിലും ഈ കാലഘട്ടത്തിൽ പരിശീലനം ആവശ്യമാണ്. ഫണ്ട് കൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അടൂരിന്റെ പരാമർശം വിവാദമാക്കേണ്ട സാഹചര്യവുമില്ല. എല്ലാത്തിനെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് സാംസ്കാരിക കേരളത്തിന് ചേരുന്നതല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഫണ്ട് കൊടുക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞോ? അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ നോക്കി. ഫണ്ട് SC/ST കൊടുക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഫണ്ട് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫണ്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് നോക്കണം, പരിശോധിക്കണം. നിലവിലൊരു വിവാദമാക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്. ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ വിവേകാനന്ദ പറഞ്ഞ ആ കഥ വീണ്ടും തിരിച്ചു വരുന്ന ഒരു രീതി ഇപ്പോൾ കേരളത്തിൽ വളർന്നു വരികയാണ്. അത് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിൻ്റെ ചേർന്നതല്ല. അത് ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിനെയും വിവാദമാക്കിയിട്ട് ജാതിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാത്തിനെയും ഇങ്ങനെ വിവാദമാക്കി കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത് അതൊരു സാംസ്കാരിക കേരളത്തിന് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ലാതെ ഞാൻ പറയുന്നത്. പട്ടികവർഗ വികസന വകുപ്പ് ചവറയിലെ IIIC-യിൽ സംഘടിപ്പിച്ച തൊഴിൽ നൈപുണ്യ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ, ചവറ.